ഈ കാണുന്ന ഫ്രൂട്ട് എന്താണെന്ന് മനസ്സിലായോ? കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവണം. പക്ഷേ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് തന്നയാളിനോട് ഞാൻ ചോദിച്ചിട്ടാണ് ഈ ഫ്രൂട്ടിൻ്റെ പേര് തന്നെ ഞാൻ അറിഞ്ഞത്. ഞാൻ പിന്നെ ചെറുതായിട്ടൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോടും കൂടി ഒന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി. ഈ ഫ്രൂട്ടിന് പറയുന്ന പേരാണ് ലോങ്കൻ. ഈ ലോങ്കൻ പഴം മലയാളത്തിൽ പ്രധാനമായും ഇതിന് വേറൊരു പേരൂടുണ്ട്. പൊരിപ്പുന്ന, ചോളപ്പൂവം അല്ലെങ്കിൽ ചെമ്പുന്ന എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഇത് ലിച്ചിയുമായി ബന്ധമുള്ള ഡ്രാഗൺസ് ഐ എന്നും വിളിക്കപ്പെടുന്ന ഒരു മധുരവും ചീഞ്ഞതുമായ ഉഷ്ണമേഖല പഴമാണ്. ഇതൊക്കെ എന്തോ എനിക്ക് ശരിക്കും അത് മനസ്സിലായില്ല. പക്ഷേ ഞാനിത് കഴിച്ചു നോക്കുന്ന വീഡിയോ ഒക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്, കാണിക്കാം. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല മധുരമാണ് കേട്ടോ. അതിൻ്റെ അകത്ത് നല്ല വാട്ടർ കണ്ടൻറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ കാണുന്നതും വായിച്ചതുമായ കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതിൻ്റെ പ്രധാനപ്പെട്ട 1-2 വിവരങ്ങൾ ഞാൻ പറയാം. അതിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ചെറിയ മുന്തിരി വലിപ്പമുള്ള തവിട്ട് നിറത്തിലുള്ള കട്ടിയുള്ള തൊലിയുള്ള ഒരു പഴമാണ്. അതാണ് ഞാൻ ഈ പൊളിച്ച് കാണിക്കുന്നതും. അതിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിയോട് സാമ്യമുള്ള പ്രത്യേക കസ്തൂരി മണമുള്ള മധുരമുള്ള മാംസം. അതാണ് ഈ വായിലിട്ട് ചവചവാ ചവയ്ക്കുന്നത്. പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സോറി നിങ്ങളുടെ മുന്നിലിരുന്നിങ്ങനെ ചവയ്ക്കുന്നതിനും. പക്ഷേ അത് ഭയങ്കര ടേസ്റ്റിയായി. ഈ ഫ്രൂട്ടിനോട് ഇച്ചിരി കമ്പമുള്ള ആളായത് കാരണം എവിടെ കണ്ടാലും അതിനെ ചാടി കയറി പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആരോഗ്യ ഗുണങ്ങളും പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇതിൻ്റെ അകത്ത് വിറ്റാമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ എത്ര വിലയാണ് ഇതിനെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഭയങ്കര വില പിടിച്ച സാധനമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് ഹൈ റേഞ്ചുകളിൽ നന്നായി വളരുന്ന വിളയാണിത്. ഇത് പക്ഷേ വേറൊരു കുടുംബത്തിലും പെട്ട ഒരു പഴമാണ്. അത് ഏത് കുടുംബത്തിൽപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമോ? റംബൂട്ടാൻ കുടുംബത്തിൽപ്പെട്ടാണ് ഈ പഴം. ചൈനയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും വളരെ ജനപ്രിയമാണ്. എന്തായാലും കൊള്ളാം, വളരെ ടേസ്റ്റിയാണ്. എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ലുലുവിലൊക്കെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ടാവും പക്ക. പക്ഷേ അതിന് വലിയ വിലയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.